കുറിച്ചല്ലേ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം എക്കണോമിക്സ് എന്തുവാന്ന് അറിഞ്ഞിരിക്കണ്ടേ. എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്തുവാണ്? വാട്ട് ഈസ് എക്കണോമിക്സ്? എക്കണോമിക്സ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് അഥവാ ഉത്ഭവിച്ചിരിക്കുന്നത് ഗ്രീക്ക് വേർഡായ ഓയിക്കണോമിയിൽ നിന്നാണ്. അതായത് എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഓയിക്കണോമിയ. എക്കണോമിക്സ് എന്ന് പറയുന്ന വേർഡ് ഉത്ഭവിച്ചിരിക്കുന്നത് ഗ്രീക്ക് വേർഡായ ഓയിക്കണോമിയിൽ നിന്നാണ്. ഗ്രീക്ക് വേർഡായ ഓയിക്കണോമിയിൽ നിന്നാണ്. ഈ ഓയിക്കണോമിയ എന്ന് പറയുന്നതിന് അർത്ഥം ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്നാണ്. അതായത് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്. ഓയിക്കണോമിയയുടെ അർത്ഥം ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്. അതായത് എക്കണോമിക്സ് എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്ന അഥവാ ഉത്ഭവിച്ചിരിക്കുന്നത് ഗ്രീക്ക് വേർഡായ ഓയിക്കണോമിയിൽ നിന്നാണ്. ഓയിക്കണോമിയുടെ അർത്ഥം ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഗൃഹകാര്യ നിർവഹണം എന്നുള്ളതാണ്. പല എക്കണോമിസ്റ്റുകളും പല രീതിയിലാണ് എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഹു ഈസ് ദി ഫാദർ ഓഫ് എക്കണോമിക്സ്? ആരാണ് എക്കണോമിക്സിന്റെ ഫാദർ? സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആദം സ്മിത്ത്. ആദം സ്മിത്ത് regarded as the father of the economics. ആദം സ്മിത്ത് ആണ് എക്കണോമിക്സിന്റെ ഫാദർ. ഈ ആദം സ്മിത്ത് പറഞ്ഞിരിക്കുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത് is the study of wealth അല്ലെങ്കിൽ എക്കണോമിക്സ് is the science of wealth എന്നാണ് ആദം സ്മിത്ത് പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് An Inquiry into the Nature and Causes of Wealth of Nation. An Inquiry into the nature and causes of wealth of nations. ആദം സ്മിത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് An Inquiry into the Nature and Causes of Wealth of Nations. ഈ ബുക്കിനെ നമുക്ക് ഷോർട്ട്ലി വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് വേണേ പറയാം. ഇതിൽ അദ്ദേഹം പറയുന്നത് എക്കണോമിക്സ് ഇസ് സയൻസ് ഓഫ് വെൽത്ത് അല്ലെങ്കിൽ എക്കണോമിക്സ് ഇസ് സ്റ്റഡി ഓഫ് വെൽത്ത് എന്നാണ്. ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത് 1776ലാണ്. One of the founder of modern economics, Alfred Marshall, says that economics is the study of man in ordinary business of life. അതായത് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സാധാരണ ബിസിനസ് ലൈഫിലുള്ള അതിനെ കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതായത് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞിരിക്കുന്നത് ആൽഫ്രഡ് മാർഷൽ says economics is study of man in ordinary business of life. Man in ordinary business of life. Ordinary business of life. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. അതായത് ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത് എക്കണോമിക്സ് ഇസ് സ്റ്റഡി ഓഫ് മാൻ ഇൻ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. അപ്പൊ ആദം സ്മിത്ത് പറഞ്ഞത് വെൽത്ത് ഡെഫിനിഷൻ ആണ് എക്കണോമിക്സ് സ്റ്റഡി ഓഫ് വെൽത്ത്. ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത് വെൽഫെയർ ഡെഫിനിഷൻ ആണ്. അത് വെൽഫെയർ ആണ്. വെൽഫെയർ ഡെഫിനിഷൻ ആണ്. ആദം സ്മിത്തിന്റേത് വെൽത്ത് ഡെഫിനിഷനും ആണ്. One of the most important definitions in economics is the scarcity definition.
സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ഈസ് പുട്ട് ഫോർവേഡ് ബൈ ദി ലയണൽ റോബിൻസ്. അതായത് എക്കണോമിക്സിലെ വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു ഡെഫിനിഷനാണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. അതായത് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. ഈ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ കൊണ്ടുവന്നത് ആരാണ്? ലയണൽ റോബിൻസ്. ലയണൽ റോബിൻസ് എക്കണോമിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഡെഫിനിഷൻ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ കൊണ്ടുവന്നത് ലയണൽ റോബിൻസ് ആണ്. ഈ ഡെഫിനിഷനിൽ റോബിൻസ് പറയുന്നത് എക്കണോമിക്സ് ഈസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ് എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ വലിയ ഡെഫിനിഷൻ ആണെന്ന് കേട്ട് ആരും പേടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആണ് കാര്യം. അതായത് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു സയൻസ് ആണ്. എക്കണോമിക്സ് ഈസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എങ്ങനെയുള്ള ഹ്യൂമൻ ബിഹേവിയർ ആണ്? ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സ്. ഈ ഡെഫിനിഷനിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കീ വേർഡ്സ് എന്ന് പറയുന്നത് ഈ എൻഡ്സും സ്കേഴ്സും ആണ്. ഈ എൻഡ്സും സ്കേഴ്സും അത് തമ്മിലുള്ള റിലേഷൻ ആണ് എക്കണോമിക്സിന്റെ മെയിൻ ആയിട്ട് ഈ സ്കേഴ്സിറ്റി ഡെഫിനിഷനിൽ പറയുന്നത്. നമുക്ക് ആ ഡെഫിനിഷൻ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതായത് എക്കണോമിക്സ് ഈസ് എ സയൻസ്. എക്കണോമിക്സ് ഈസ് എ സയൻസ്. Economics is a science which studies എന്തുവാണ് സ്റ്റഡി ചെയ്യുന്നത്? ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയർ മനുഷ്യന്റെ പെരുമാറ്റം അല്ലെ. ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്ത് തമ്മിലുള്ള ബിറ്റ്വീൻ ends and scores. Ends and scores which have alternative users. അതായത് ലയണൽ റോബിൻസിന്റെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് ഈസ് ദ സയൻസ് which studies human behavior as a relationship between the short between ends and scores which have alternative users. അതിലെ ഈ ഡെഫിനിഷനിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് ഈ എൻസും സ്കേഴ്സും ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. സ്കേഴ്സിറ്റി ഡെഫിനിഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എൻസും സ്കേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ വാട്ട് യു മീൻ ബൈ എൻസ് ആൻഡ് വാട്ട് യു മീൻ ബൈ സ്കേഴ്സ്? അതായത് എൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും എങ്ങനെയാണ്? അത് അൺലിമിറ്റഡ് ആണ്. അതിനൊരു ലിമിറ്റേഷൻ ഇല്ല. നമുക്ക് ഒന്ന് കിട്ടുമ്പോൾ ഇപ്പോൾ സൈക്കിൾ കിട്ടുമ്പോൾ പിന്നെ ഒരു ബൈക്ക് കിട്ടിയാൽ കൊള്ളാം, പിന്നെ ബൈക്ക് കിട്ടി കഴിയുമ്പോൾ നമുക്ക് കാർ. നമുക്ക് അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോഴും അൺലിമിറ്റഡ് ആണ്. അത് ഒരിക്കലും നിൽക്കുന്നില്ല. അതിങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ആഗ്രഹങ്ങൾ പറയാൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ റിസോഴ്സസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സ്കേഴ്സ് ആയിരിക്കും. അതായത് റിസോഴ്സസ് നമുക്ക് നമ്മുടെ ഇൻകം ഒരു ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് എക്കണോമിയുടെ കേസിൽ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ട നമുക്ക് റിസോഴ്സസ് എന്ന് പറയുന്നത് എപ്പോഴും സ്കേഴ്സ് ആയിരിക്കും. നമ്മുടെ വാൺസ് എപ്പോഴും എങ്ങനെയായിരിക്കും? അൺലിമിറ്റഡ് ആയിരിക്കും. ഈ അൺലിമിറ്റഡ് വാൺസും സ്കേഴ്സ് റിസോഴ്സസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് സ്കേഴ്സിറ്റി ഡെഫിനിഷനിൽ എക്കണോമിക്സിന്റെ നിർവചനമായിട്ട് ലയണൽ റോബിൻസ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് എൻസ്. എൻസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? എൻസ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് വാൺസ്. അൺലിമിറ്റഡ് വാൺസ്. നമ്മുടെ വാൺസ് എന്ന് പറയുന്നത് എപ്പോഴും അൺലിമിറ്റഡ് ആയിരിക്കും. അതിന് ഒരു ലിമിറ്റേഷനും ഉണ്ടായിരിക്കുന്നില്ല. പിന്നെ സ്കേഴ്സ് എന്ന് വെച്ചാല് ലിമിറ്റഡ് റിസോഴ്സസ്.
അതായത് എക്കണോമിക്സില് എൻസും സ്കേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് സ്കേഴ്സിറ്റി ഡെഫിനേഷനിൽ പറയുന്നത്. അതായത് എൻസ് എന്ന് പറയുന്നത് നമ്മുടെ അൺലിമിറ്റഡ് വാൻസും പിന്നെ സ്കേഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് റിസോഴ്സസും. ഈ ലിമിറ്റഡ് റിസോഴ്സസും അൺലിമിറ്റഡ് വാൻസും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ബന്ധമാണ്, ബന്ധത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ നമ്മുടെ സ്കേഴ്സിറ്റി ഡെഫിനേഷനിൽ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെ. നമ്മളിപ്പോ പലതരത്തിലുള്ള ഡെഫിനിഷൻസ് എക്കണോമിക്സിന്റെ പഠിച്ചില്ലേ, നമുക്ക് എല്ലാം ഒന്ന് നോക്കാം. അതായത് അത് മുതൽ അതായത് ആഡം സ്മിത്തിന്റെ ഡെഫിനേഷൻ പഠിച്ചു, അതിന് നെക്സ്റ്റ് ആൽഫ്രഡ് മാർഷൽ പഠിച്ചു, ആൽഫ്രഡ് മാർഷലിന്റെ ഡെഫിനേഷൻ പഠിച്ചു, പിന്നെ നെക്സ്റ്റ് ലയണർ റോബിൻസൺസ്, പിന്നെ ഒരു ഡെഫിനേഷൻ കൂടെ സാമൽസണിന്റെ ഗ്രോത്ത് ഡെഫിനേഷൻ. അതൊക്കെയാണ് ഇതൊക്കെ എത്രയാണ് പ്രധാനപ്പെട്ട എക്കണോമിക്സിന്റെ ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. അതായത് ആഡം സ്മിത്തിന്റെ ഡെഫിനേഷനാണ് ഇത് വെൽത്ത് ഡെഫിനേഷൻ. അതായത് ആഡം സ്മിത്ത് പറഞ്ഞത് എക്കണോമിക്സ് ഈസ് എ സയൻസ് ഓഫ് വെൽത്ത് എന്നാണ്. അത് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഏതായിരുന്നു? ബുക്ക് എന്ന് പറയുന്നത് വെൽത്ത് ഓഫ് നേഷൻസിലായിരുന്നു. ആ ബുക്ക് പബ്ലിഷ് ചെയ്ത ഇയറിലാണ് 1776-ലാണ്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ആഡം സ്മിത്തിൻ്റെത് വെൽത്ത് ഡെഫിനിഷൻ ആണ്. അത് അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്ക് വെൽത്ത് ഓഫ് നേഷൻ ആണ്. അത് പബ്ലിഷ് ചെയ്തത് 1776-ലാണ്. നെക്സ്റ്റ് വൺ ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷലിന്റെ ഫേമസ് ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് അദ്ദേഹം വെൽഫെയറിനാണ്, അതായത് ക്ഷേമം അങ്ങനെയുള്ള വെൽഫെയറിനാണ് അദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ വെൽഫെയർ ഡെഫിനിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ബുക്ക് ഏതാണ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ്. അത് പബ്ലിഷ് ചെയ്ത വർഷം 1890, അതായത് 1890-ലാണ് ആൽഫ്രഡ് മാർഷലിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് പബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനേഷനും അതായത് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ ആണ്. അതാണ് നമ്മൾ പറഞ്ഞ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. അത് ആരാണ് കൊണ്ടുവന്നത്? ലയണൽ റോബിൻസ് ആണ് ആ ഡെഫിനിഷൻ നമുക്ക് കൊണ്ടുവന്നത്. അതായത് ലയണൽ റോബിൻസിന്റെ ഡെഫിനിഷൻ അറിയപ്പെടുന്നത് സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്നാണ്. ഈ അതാണ് ഇമ്പോർട്ടന്റ് മോസ്റ്റ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഡെഫിനിഷനുമാണ് എക്കണോമിക്സിലെ. അദ്ദേഹത്തിന്റെ ഈ ലയണൽ റോബിൻസിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഏതാണ്? നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ്. നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് ആണ് എന്ന് പറയുന്ന ബുക്കാണ് ലയണൽ റോബിൻസന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്ക്. അത് പബ്ലിഷ് ചെയ്ത ഇയർ 1932-ലാണ്, 1932-ലാണ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ലയണൽ റോബിൻസന്റെ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സാമുവൽസൺ ആണ്. സാമുവൽസണിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് ഗ്രോത്ത് ഡെഫിനിഷൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് എക്കണോമിക്സ്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കിന്റെ പേരാണ് എക്കണോമിക്സ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാവർക്കും എന്റെ ക്ലാസ്സിൽ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാകുന്നെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ക്ലാസ്സിന്റെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഉടൻ തന്നെ കാണാം.